കോഴിക്കോട് ജില്ലയിൽ വൻ രാസലഹരി വേട്ട നടന്ന ദിനമാണെന്ന്. 700 ഗ്രാം MDMA-യുമായി വാണിമേൽ സ്വദേശി ഷംസീർ രാവിലെ പിടിയിലായി. ഡാൻസ് ഓഫ് സംഘവും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ പ്രതി പിടിയിലായി. വൈകിട്ട് നടത്തിയ പരിശോധനയിൽ പാലാഴിയിൽ നിന്ന് 8 ഗ്രാം MDMA-യുമായി പിടിയിലായത് വിമുക്ത ഭടനും പെൺ സുഹൃത്തുമാണ്. ഇംതിയാസ് കരീമുണ്ട് വിശദാംശങ്ങളുമായി. ഇംതിയാസ്, നമ്മൾ സാധാരണ കേരളത്തിൽ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങൾ എന്ന് പറയുമ്പോൾ കോഴിക്കോടിനെ പറഞ്ഞിരുന്നു. പക്ഷേ സമീപകാലങ്ങളിലായി നമ്മുടെ ക്രൈം ഫയലിൽ വരുന്ന വാർത്തകൾ തന്നെ ലഹരിക്കടിസ്ഥാനമായി ലഹരി ഉപയോഗിച്ച് ചെയ്യുന്ന ക്രൈമിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കോഴിക്കോട് നിന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഈ ലഹരിയുടെ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടോ? അനശ്വര, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഡാൻസ് ഓഫും പോലീസും ഈ ലഹരി സംഘത്തെ പിടികൂടാൻ പ്രത്യേക പരിശോധന പലയിടങ്ങളിലായി നടത്തി വരുന്നുണ്ട്. ഇവർക്കൊക്കെ ലഭിക്കുന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ പരിശോധനകൾ നടക്കുന്നത്. ഇന്ന് 700 ഗ്രാം MDMA-യുമായിട്ട് വാണിമേൽ സ്വദേശി ഷംസീർ പിടിയിലാവുന്നു. ഈ ഷംസീർ വളരെ കുറെ കാലമായിട്ട് ഇത്തരത്തിൽ MDMA പല സംസ്ഥാനങ്ങളിൽ നിന്ന് കോഴിക്കോട് നഗരത്തിലെത്തിച്ച് അത് വിൽപ്പന നടത്തുന്ന ആളാണ്. ഇതിനു വേണ്ടിയിട്ട് ചില സ്വകാര്യ കേന്ദ്രങ്ങൾ ഇദ്ദേഹം കണ്ടെത്തിയിട്ടുമുണ്ട്. കോഴിക്കോട് ഗോവിന്ദപുരത്തുള്ള ഒരു സ്വകാര്യ മുറിയിൽ ഇദ്ദേഹം ഈ MDMA എത്തിച്ച് പല ആളുകൾക്കായി വാട്സപ്പിൽ സന്ദേശം അയച്ച് ഇവിടെ MDMA ഉണ്ട് എന്ന് അവരെയൊക്കെ അറിയിച്ച് അങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നു. ആ തരത്തിൽ വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് കാര്യം. ഏറ്റവും ഒടുവിൽ ഈ 700 ഗ്രാം MDMA ഇവിടെ എത്തിച്ചു എന്നുള്ള വിവരം ഡാൻസ് സ്റ്റാഫിന് ലഭിക്കുകയും ഡാൻസ് സ്റ്റാഫും മറ്റു പോലീസ് സ്ക്വാഡും അവിടെ എത്തി ഇന്ന് ഷംസീറിനെ ആ ലോഡ്ജിലെത്തി, ആ മുറിയിലെത്തി പിടികൂടുകയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് ഷംസീർ ഇന്ന് പോലീസിന്റെ വലയിലാവുന്നത്. 6 മാസത്തിനിടെ കോഴിക്കോട് ജില്ലയിൽ നടന്ന ഏറ്റവും വലിയ MDMA വേട്ട ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ന് ഷംസീറിനെ പിടികൂടിയ MDMA-യാണ്. നേരത്തെ അനശ്വര സൂചിപ്പിച്ചതുപോലെ തന്നെ പാലാഴിയിലും സമാനമായി ഇന്ന് MDMA വേട്ട നടത്തിയിട്ടുണ്ട്. പന്തീരങ്കാവ് പോലീസും ഡാൻസ് സ്റ്റാഫും ചേർന്നാണ് 8 ഗ്രാം MDMA ഇന്ന് പാലാഴിയിൽ വെച്ച് പിടികൂടിയത്. അതിൽ പിടിയിലായിരിക്കുന്നത് നല്ലളം സ്വദേശിയായിട്ടുള്ള ഷാഫി, അതുപോലെ തന്നെ കുറ്റ്യാട് സ്വദേശിയും വിമുക്ത ഭടനുമായിട്ടുള്ള സിഗിൻ ചന്ദ്രൻ എന്നയാളും പിടിയിലായിട്ടുണ്ട്. ഈ സിഗിൻ ചന്ദ്രന്റെ പെൺ സുഹൃത്തായിട്ടുള്ള ദിവ്യ എന്ന് പറയുന്ന സ്ത്രീയും ഈ കൂട്ടത്തിൽ പെട്ടതാണ്. ഇവരെ 3 പേരെയും പിടികൂടി എന്നുള്ളതാണ് കാര്യം. ഇവർ MDMA ഉപയോഗിക്കുകയും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് MDMA എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു കുറ്റമാണ് ഇവരിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 6 മാസത്തിനിടെ നടന്ന ഏറ്റവും വലിയ MDMA വേട്ട നടന്നത് ഇന്നാണ്. അത് 700 ഗ്രാമിലധികം MDMA പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഫോക്കസിൽ പെടുന്നത്. പലപ്പോഴും ഈ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം ഇവരുടെ ഫോക്കസിലുണ്ട് എന്നുള്ളത് കൂടെയാണ് കാര്യം. അനശ്വര. ശരി, ഇംതിയാസ് കരീമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.